നമ്മൾ ഫോളോ ചെയ്യുന്ന ബുക്ക് ഇതാണ്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും. ഇതാണ് നമ്മുടെ ബുക്ക്. പക്ഷെ ഇതിന്റെ പ്രതിബിംബമാണ് കാണുക അല്ലെ. ഇതിന്റെ പേര് കെമിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രൂപ്പ് തിയറി, ആൽബർട്ട് കോട്ടന്റെ കെമിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്ന ബുക്കാണ് നമ്മൾ മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ടത്. അത് നന്നായിട്ട് വായിക്കണം, ആ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. എഫ് എ കോട്ടന്റെ കെമിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രൂപ്പ് തിയറി, ആ ടെക്സ്റ്റ് ആണ് ഇതിനെ നമ്മൾ ഓതന്റിക് ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യേണ്ട ബുക്ക്. അത് കൂടാതെ കുറെ ബുക്സ് നമ്മുടെ കോളേജിലൊക്കെ ഉണ്ട്. നമ്മൾ വേറെ നല്ലൊരു ബുക്ക് സലാഹുദ്ദീൻ കുഞ്ഞിയുടെ ഒരു ബുക്ക് ഉണ്ട്, പക്ഷെ നമ്മുടെ കോളേജിൽ ഇല്ല. അതെവിടെന്നെങ്കിലും ആ ബുക്ക് അതിന്റെ ഇ കോപ്പി കിട്ടുകയാണെങ്കിൽ നിങ്ങളത് സംഘടിപ്പിക്കുക നല്ലതായിരിക്കും. എഫ് എ കോട്ടന്റെ PDF കോപ്പി ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം, ഗ്രൂപ്പിൽ അയച്ചുതരാം. എഫ് എ കോട്ടന്റെ ബുക്കിന്റെ PDF ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അയച്ചുതരാം. അപ്പൊ ടെക്സ്റ്റും വായിക്കണം, നോട്ടും വായിക്കണം, നന്നായിട്ട് തറവായിട്ട് വായിക്കണം. ഗ്രൂപ്പ് തിയറി നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിനെ പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. കെമിസ്ട്രിയില് നമ്മളെല്ലാ സ്ഥലത്തും വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത്, കെമിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രൂപ്പ് തിയറി. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സാമിനേഷനിലും ഈ ഗ്രൂപ്പ് തിയറിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. വളരെ നന്നായിട്ട് നല്ല തറവായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ ഞാനിത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ഓഫ് എ ഗ്രൂപ്പ്. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് പറയാണ്. വാട്ട് ഈസ് എ ഗ്രൂപ്പ്? ഒരു മാത്തമെറ്റിക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി എ ഗ്രൂപ്പ് ഈസ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ദാറ്റ് ആർ ഇന്റർ റിലേറ്റഡ് അക്കോർഡിംഗ് ടു സർട്ടൻ റൂൾസ്. അല്ലെ, എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാത്തമെറ്റിക്കൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ദാറ്റ് ആർ ഇന്റർ റിലേറ്റഡ് അക്കോർഡിംഗ് ടു സർട്ടൻ റൂൾസ്. ചില റൂൾസിനെ ബേസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യപ്പെട്ട ചില കളക്ഷൻ ഓഫ് എലമെന്റ്സിനെ എന്ത് വിളിക്കാം? നമ്മൾ ഒരു മാത്തമെറ്റിക്കൽ ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പോ ഗ്രൂപ്പിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സിനെയാണ് നമ്മൾ ആ ഗ്രൂപ്പിന്റെ ഓർഡർ എന്ന് പറയാം. ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ H ആണ്. ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ് ഈസ് ദ നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, നമ്പർ ഓഫ് ദി എലമെന്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, അപ്പോ ഗ്രൂപ്പ് പലതരത്തിലുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് സിമെട്രി എലമെന്റ്സ് ആണ്. ഒരു മോളിക്യൂളിന്റെ സിമെട്രി എലമെന്റ്സിനെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിമെട്രി എലമെന്റ്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ മാത്രമല്ല, മാത്തമെറ്റിക്കലായിട്ട് പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നാച്ചുറൽ നമ്പേഴ്സ് ഒരു ഗ്രൂപ്പാണ്. നാച്ചുറൽ നമ്പേഴ്സ്, ഓക്കെ, ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഒബേയിങ് സർട്ടൻ റൂൾസ്. അപ്പൊ അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. പക്ഷെ ആ ഗ്രൂപ്പിന് അതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് നമ്മൾ എന്ത് വിളിക്കും? ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ് എന്ന് വിളിക്കും. അതിലേക്ക് പിന്നെ വരാം. ഇതിനെ നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് ഒബൈഡ് ബൈ ഓർ ഇന്റർ റിലേറ്റഡ് ബൈ സർട്ടൻ റൂൾസ് പറഞ്ഞല്ലോ. അതിൽ ഏതൊക്കെയാണ് റൂൾസ് നോക്കാം. അതിൽ ഒന്നാമത്തെ റൂള്, ദി പ്രോഡക്റ്റ് ഓഫ് എനി ടു എലമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് ദി സ്ക്വയർ ഓഫ് ഈച്ച് എലമെന്റ് മസ്റ്റ് ബി ആൻ എലമെന്റ് ഇൻ ദ ഗ്രൂപ്പ്. അതായത് ഒരു ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും രണ്ട് എലമെന്റിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻ, അതുപോലെ അതിന്റെ സ്ക്വയറും ആ ഗ്രൂപ്പിലെ തന്നെയുള്ള മറ്റൊരു എലമെന്റ് ആയിരിക്കണം. അതായത് ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണെന്നിരിക്കാം, ബി ഈസ് അനദർ എലമെന്റ്. അപ്പൊ എ ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് അതിനുശേഷം എ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യാം. ഡൂയിങ് ടു ഓപ്പറേഷൻ സൈമൾട്ടേനിയസ്ലി. ദാറ്റ് ഈസ് വി ആർ മെന്റ് ബൈ മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുന്നത് കോമ്പിനേഷൻ ആണ്. രണ്ട് എലമെന്റിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പറേഷന്റെ കോമ്പിനേഷൻ. ഇപ്പൊ സിമെട്രി എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോ C2V എന്ന് പറയുന്ന ഒരു പോയിന്റ് ഗ്രൂപ്പ്. ആ C2വിലുള്ള എലമെന്റ്സ് നമുക്കറിയാം E, C2, സിഗ്മ വി ഡാഷ് ആണ്.
ഇതാണ് C2B എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ്. അപ്പൊ പ്രോഡക്റ്റ് ഓഫ് ടു എലമെന്റ്സ് പറഞ്ഞപ്പോൾ E ഇൻറ്റു C2 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ C2 എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുക, E എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാം. ഫസ്റ്റ് ഡി ആർ ഡൂയിങ് C2 ഫസ്റ്റ് ദെൻ E. അപ്പൊ നമുക്ക് കിട്ടുന്നത് വേറൊരു ഓപ്പറേഷൻ ആയിരിക്കും. ഈ കേസിൽ അത് C2 ആണ് കിട്ടുക, അല്ലെ? ആ പ്രോഡക്റ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ എലമെന്റ് ഈ ഗ്രൂപ്പിലെ തന്നെ വേറൊരു എലമെന്റ് ആയിരിക്കണം. അതായത് ഇപ്പൊ നമ്മളിപ്പോ C2 ഇൻറ്റു സിഗ്മ ബി ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ആദ്യം സിഗ്മ ബി ചെയ്തിട്ട് പിന്നെ C2 ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന എലമെന്റ് സിഗ്മ ബി ഡാഷ് ആയിരിക്കും. അത് ഈ ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. അപ്പൊ അതാ പറഞ്ഞത്, ദി പ്രോഡക്റ്റ് ഓഫ് ഓർ കോമ്പിനേഷൻ ഓഫ് എനി ടു എലമെന്റ്സ് ആൻഡ് ദി സ്ക്വയർ ഓഫ് ഈച്ച് എലമെന്റ് മസ്റ്റ് ബി ആൻ എലമെന്റ് ഇൻ ദ ഗ്രൂപ്പ്. ഇപ്പൊ എ ബി എന്ന് പറയുന്ന രണ്ട് ഓപ്പറേഷൻ ആണെങ്കിൽ എ ഇൻറ്റു ബി, സപ്പോസ് സി ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി, then C also should be in the group. അതേപോലെ A square, suppose A square is equal to D, then D also should be in the same group. And suppose B square is equal to F also should be in the same group. Okay, എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ഓപ്പറേഷന്റെയും കോമ്പിനേഷനും അതേപോലെ ഓരോ ഓപ്പറേഷന്റെയും സ്ക്വയറുകളും ആ ഗ്രൂപ്പിലെ തന്നെ ഒരു എലമെന്റ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ C2B എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ C2 ഇൻറ്റു സിഗ്മ ബി ചെയ്താൽ സിഗ്മ ബി ഡാഷ് കിട്ടുക. ഓക്കെ, സിഗ്മ ബി ഇൻറ്റു സിഗ്മ ബി ഡാഷ് ചെയ്താൽ C2 കിട്ടുക. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോ പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന എലമെന്റ് ഇതേ ഗ്രൂപ്പിലുള്ള എലമെന്റ് ആണ്. അതേപോലെ തന്നെ സ്ക്വയർ നോക്കുക. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് C2? C2 സ്ക്വയർ എന്താ പറ? C2 റൈസ് ടു 2 എന്താ കിട്ടുക? യെസ്, വെരി ഗുഡ്, E ആയിരിക്കും. അതായത് CN റൈസ് ടു N എന്ന് പറഞ്ഞാൽ E ആണ്. CN n ടൈംസ് G എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E ആയിരിക്കും. ഐഡന്റിറ്റി ഓപ്പറേഷൻ ആയിരിക്കും. അപ്പൊ C2 റൈസ് ടു 2 ഈസ് ഈക്വൽ ടു E. അതേപോലെ സിഗ്മ ബി റൈസ് ടു 2 എന്താ? വാട്ട് ഈസ് സിഗ്മ ബി റൈസ് ടു 2? എന്തായിരിക്കും? സിഗ്മ ബി രണ്ട് തവണ ചെയ്യുക. E തന്നെയല്ലേ സർ? E തന്നെ ആയിരിക്കും. വേണമെങ്കിൽ നോക്കാം. ഉദാഹരണത്തിന് ഇപ്പൊ വാട്ടർ മോളിക്യൂൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. വാട്ടർ മോളിക്യൂൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. This is suppose H1 H2. Okay, then we are first doing sigma v. Sigma v എന്ന് പറഞ്ഞാൽ സപ്പോസ് ദിസ് ഈസ് എ പ്ലെയിൻ എന്ന് വിചാരിക്കുക. ഈ പ്ലെയിൻ ആയിരിക്കാം അല്ലെ? സിഗ്മ വി എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ അല്ലേ? അപ്പൊ ഇതാണ് സിഗ്മ വി പ്ലെയിൻ. അപ്പൊ ഈ H2 ഇപ്പുറം വരും, H1 ഇപ്പുറം വരും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടുന്നത് H2 H1, ദാറ്റ് ഈസ് വി കാൻ ഈക്വൽ കോൺഫിഗറേഷൻ. ഇനി ഒന്നുകൂടി സിഗ്മ ബി ചെയ്താലോ? ഒന്നുകൂടി സിഗ്മ ബി ചെയ്തു, അപ്പൊ ഒന്നുകൂടി റിഫ്ലക്ട് ചെയ്തു. അപ്പൊ H1 ഇപ്പുറം വരും, H2 ഇപ്പുറം വരും. അപ്പൊ എന്താ കിട്ടുക? അപ്പൊ അഗൈൻ ഈ H1 ഇപ്പുറം വന്നു, H2 ഇപ്പുറം വന്നു എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സെയിം അല്ലേ? അല്ലെ? ഇത് രണ്ടും എന്താ സെയിം അല്ലേ? എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു ഓപ്പറേഷൻ E. E എന്ന് പറഞ്ഞാൽ എന്താ? ഡൂയിങ് നത്തിങ് ആണല്ലോ, അല്ലെ? ഒന്നും ചെയ്യാതിരിക്കുന്നതിനാണ് തുല്യമാണ് E എന്ന് പറയുന്നത്, ഐഡന്റിറ്റി ഓപ്പറേഷൻ. അതേപോലെ ഇപ്പം കിട്ടിയത്. അപ്പൊ സിഗ്മ വി രണ്ട് തവണ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? സിഗ്മ വി റൈസ് ടു ഈസ് ഈക്വൽ ടു E ആണ്. ഓക്കെ, അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഓരോ എലമെന്റിന്റെയും സ്ക്വയറുകളും അതേ ഗ്രൂപ്പിലുള്ള എലമെന്റ് ആയിരിക്കും. ഓക്കെ, and that is the first rule, that is product of any two elements and the square of each element in the group must be an element in the same group. ഇനി രണ്ടാമത്, one element in each group must commute with all other elements and leave them unchanged. ഒരു മാത്തമാറ്റിക്കൽ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ അതിൽ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് there must be an element in the group that commute with all other elements and leave them unchanged. എന്ന് പറഞ്ഞാൽ ആ എലമെന്റ് E ആയിരിക്കും അല്ലെ? നമുക്കറിയാം ഏത് എലമെന്റുമായിട്ടും E കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അതേപോലെ ലീവ് ചെയ്യും, അതേപോലെ അത് കമ്മ്യൂട്ടബിൾ ആണ്. ഉദാഹരണത്തിന് E ഇൻറ്റു C2 എന്ന് പറഞ്ഞാൽ C2 ആണ്. ഇറ്റ് ഈസ് ഓൾസോ കമ്മ്യൂട്ടബിൾ, ദാറ്റ് ഈസ് C2 ഇൻറ്റു E എന്ന് പറഞ്ഞാലും C2 തന്നെയാണ് അല്ലെ? അപ്പോ E എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത്തെ റൂള് പറയുന്നത് there must be an element E in all the group. എല്ലാ ഗ്രൂപ്പിലും E എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടായിരിക്കണം. സിമെട്രി ഗ്രൂപ്പ് ആണെങ്കിൽ, ഓക്കെ, സിമെട്രി ഗ്രൂപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാത്തമാറ്റിക് ഗ്രൂപ്പ് ആണെങ്കിൽ
ഈ ഒരു റൂൾ ഫോളോ ചെയ്യണം. എന്താ റൂള്? There must be an element in each group that must commute with all other elements. ബാക്കിയുള്ള എല്ലാ എലമെന്റ്സുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യണം എന്ന് മാത്രമല്ല leave them unchanged. For example, if you consider integers, positive and negative integers as the group, അല്ലെ, -5, -4, -3, -2, -1, 0, 1, 2, 3 ഇങ്ങനെ പോകുന്ന ഒരു ഗ്രൂപ്പ് വിവരിക്കുക. There is infinite number of elements ഉണ്ട്. അതില് ഇവിടുത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ആണ്. അഡീഷൻ ബൈ വൺ, അഡീഷൻ ബൈ വൺ, ദാറ്റ് ഈസ് എ ലോ ഓഫ് കോമ്പിനേഷൻ. ഓക്കെ, അഡീഷൻ ബൈ വൺ ആണ് ലോ ഓഫ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂട്ടിയാൽ ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും കിട്ടും. ഓക്കെ, ഇവിടെ വാട്ട് ഈസ് ഐഡന്റിറ്റി എലമെന്റ്? ഈ കേസിൽ ഇതാണ് ഗ്രൂപ്പ് എന്നിരിക്കുക, ഇന്റിജേഴ്സ് ആണെന്നിരിക്കുക. Suppose all the integers forming a mathematical group, then what is the identity element, or which is the element which obey this rule? ഈ rule obey ചെയ്യുന്ന element ഏതാ? Addition ആണ് നമ്മുടെ. Yes, very good. Addition ആണ് our law of combination. അപ്പൊ 0 ആണ്, കാരണം 1 + 0 = 1 ആണ്, 0 + 1 = 1 ആണ്. അതേപോലെ 2 + 0 = 2 ആണ്, അല്ലെ, 0 + 2 എന്ന് പറഞ്ഞാലും 2 ആണ്. എന്ന് പറഞ്ഞാൽ ഈ 0 എന്ന് പറയുന്ന ഓപ്പറേഷൻ ഈ റൂള് ഒബേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഐഡന്റിറ്റി ഓപ്പറേഷൻ എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെ നമ്മൾ സിമെട്രി എലമെന്റ്സിന്റെ കേസിൽ ഈ ആണ് ഐഡന്റിറ്റി ഓപ്പറേഷൻ. അപ്പൊ എല്ലാ ഗ്രൂപ്പിലും there must be an element in each group that must commute with all other elements and leave them unchanged. മൂന്നാമത്തത്, the associate law of multiplication must hold. അതായത് a into bc is equal to ab into c ആയിരിക്കണം. ഞാനത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ എടുത്താൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അസോസിയേറ്റ് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ മസ്റ്റ് ഹോൾഡ്. അതിപ്പോ നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിൽ അല്ലെ, 1 + 2 + 3 = 1 + 2 + 3 ആണല്ലോ. ഓക്കെ, അതേപോലെ തന്നെ a into bc എന്ന് പറഞ്ഞാൽ ab into c എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഓക്കെ, അസോസിയേറ്റ് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ മസ്റ്റ് ഹോൾഡ്. ഓക്കെ, അത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ അഡീഷൻ നമ്മൾ പരിഗണിച്ചത്. ഇനി മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും a into bc എന്ന് പറഞ്ഞാൽ ab into c ആയിരിക്കണം. മൂന്നാമത്, എവറി എലമെന്റ് മസ്റ്റ് ഹാവ് എ റെസിപ്രോക്കൽ വിച്ച് ഇസ് ഓൾസോ എൻ എലമെന്റ് ഇൻ ദ ഗ്രൂപ്പ്. ഓരോ എലമെന്റിനും അതിന് റെസിപ്രോക്കൽ ഉണ്ടാവും. അത് ആ എലമെന്റിലെ, ആ ഗ്രൂപ്പിലെ തന്നെ ഒരു എലമെന്റ് ആയിരിക്കണം. ഒരു റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? റെസിപ്രോക്കൽ ഇപ്പൊ ഉദാഹരണത്തിന്, സപ്പോസ് a is an element in the group, suppose b is its reciprocal, then what is equal to a into b എന്തായിരിക്കും? That is, suppose b is equal to a inverse ആണെന്നിരിക്കുക. b എന്ന് പറയുന്നത് a inverse ആണെങ്കിൽ then what is ab? എന്തായിരിക്കും? ഇൻവേഴ്സ് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് പറഞ്ഞാൽ 1/, അതിന് മുമ്പ് ഇൻവേഴ്സ് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കില്ല? ഇൻവേഴ്സ് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ എന്താണോ ചെയ്തത് അതിന്റെ നേരെ റിവേഴ്സ് ആയിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയാം, അല്ലെ? ഇൻ ഇൻവേഴ്സ് ഓപ്പറേഷൻ ഇസ് ദ വൺ വിച്ച് undo what the first operation done to the molecule. ആ മോളിക്യൂളിന് ഫസ്റ്റ് ഓപ്പറേഷൻ എന്താണോ ചെയ്ത് അത് നേരെ തിരിച്ചു ചെയ്യുക. അങ്ങനെയുള്ള ഓപ്പറേഷൻ എന്ന് വിളിക്കുക? അതിന്റെ ഇൻവേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോ ഞാന് ഇതിനെ ഫോർ എക്സാമ്പിൾ ഇതല്ല, വേറെ എക്സാമ്പിൾ കുറച്ചുകൂടി ക്ലിയർ ആവും. BF3, ഐ ആം ടേക്കിംഗ് BF3 as example. F1, F2, F3. I am doing C3 operation. Suppose this is a C3 axis. C3 എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എന്താ പറയുക? 120 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ 120 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് തിരിക്കുന്നത്, ഇൻ ദി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങനെ തിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് ഇവിടെ F1 ഇവിടെ വരും, ഇവിടെ F3 വരും, ഇവിടെ F2 വരും. ഇനി ഇത് നേരെ തിരിച്ച് എനിക്ക് ഈ സാധനം കിട്ടണമെങ്കിൽ, തിരിച്ച് ഇതിപ്പോ ചെയ്ത നേരെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറ.
ആൻഡ് ദാറ്റ് ഈസ് ഹിസ് ഇൻവേഴ്സ്. അതായിരിക്കും ഇൻവേഴ്സ്. ഇപ്പൊ ചെയ്ത ഓപ്പറേഷൻ നേരെ തിരിച്ച് ഈ മോൾക്ക് തിരിച്ച് ഇങ്ങോട്ടൊക്കെ എത്തണം. അത് ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിന് ഞാൻ ചെയ്യേണ്ടത് C3 2 തവണ ചെയ്യാം അല്ലെ. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ മാറ്റാൻ പാടില്ലേ. എപ്പോഴും നമ്മൾ ഒരു ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്ഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റൊട്ടേഷൻ എപ്പോഴും കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കണം. അത് ക്ലോക്ക് വൈസോ കൗണ്ടർ ക്ലോക്കോ ഒക്കെ ഏത് വേണം സെലക്ട് ചെയ്യാം. പക്ഷെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എല്ലാ കേസിലും ആ രീതിയിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ C3 ഒരു തവണ ചെയ്തു. അപ്പൊ F1 ഇവിടെ എത്തി. ഇനി ഇവിടെ ഉള്ള F1 ഇവിടെ വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 2 തവണ C3 ചെയ്താൽ പോരെ. എന്ന് പറഞ്ഞാൽ C3 2 ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു C3 ചെയ്യുമ്പോൾ F1 ഇവിടെ എത്തും, പിന്നെ ഒരു C3 ചെയ്യുമ്പോൾ ഇത് ഇവിടെ എത്തും അല്ലെ. അപ്പൊ C3 2 ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ ഐ ഗെറ്റ് F1 ഹിയർ. അതേപോലെ C3 2 ചെയ്യുമ്പോൾ ആദ്യം ഒരു C3 ചെയ്യുമ്പോൾ F3 ഇവിടെ എത്തും, ഒരു C3 കൂടി ചെയ്താൽ F3 ഇവിടെ എത്തും. അപ്പൊ ഇവിടെ F3 എത്തി. അതേപോലെ ഈ F2 ആദ്യം ഒരു C3 ചെയ്യുമ്പോൾ ഇവിടെ എത്തും, ഒരു C3 കൂടി ചെയ്താൽ ഇവിടെ എത്തും. എന്ന് പറയുമ്പോൾ ഇവിടെ F2 എത്തും. സോ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ദിസ് വൺ. എന്ന് പറഞ്ഞാൽ ഈ C3 ഓപ്പറേഷൻ അൺഡു ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത്? C3 2 ചെയ്തത്. എന്ന് പറഞ്ഞാൽ C3യുടെ ഇൻവേഴ്സ് ആണ് ഇത്. C3 ഇൻവേഴ്സ് ആണ് ഇത് C3 2. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് CNM? CNM ഓപ്പറേഷന്റെ ഇൻവേഴ്സ് എന്താ? ഇൻവേഴ്സ് ഓഫ് CNM is equal to CNN minus M ആണ്. ഫോർ എക്സാമ്പിൾ, what is the inverse of C53? C53 ഇൻവേഴ്സ് എന്തായിരിക്കും? CNM ഓപ്പറേഷന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് CNN minus M ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇൻവേഴ്സ് ഓഫ് C53? പറയടോ. C52 ആണ്. C52 ആണ്. Then what is the inverse of C2? C2 എന്ന് പറഞ്ഞാൽ C2 1 ആണ്. C2 simply C2 means C2 1 എന്ന് പറഞ്ഞാൽ C2 2 minus 1 എന്ന് പറഞ്ഞാൽ C2 ഇൻവേഴ്സ് എന്തെയാ? C2 തന്നെയാണ്. ഇൻവേഴ്സ് ഓഫ് C2 is equal to C2. Then what is the inverse of C3? MF കിട്ടി. C3 2 ആണ്. C3 1 ആണല്ലോ. അപ്പൊ C3 3 minus 1 that is C3 2. Okay. അതേപോലെ വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് സിഗ്മ വി? സിഗ്മ വിന്റെ ഇൻവേഴ്സ് എന്താ? ഇൻവേഴ്സ് ഓഫ് സിഗ്മ വി പറ. സിഗ്മ വി എന്താ? സിഗ്മ വി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു, ആലോചിക്കുക, ഇപ്പോ H1 H2 ഒരു സിഗ്മ വി ചെയ്തു. അപ്പൊ ഇവിടെ H2 ഇവിടെ H1 ആയി അല്ലെ. തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു സിഗ്മ വി കൂടി ചെയ്താൽ പോരെ. അതായത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തപ്പോൾ ഇത് കിട്ടിയത്. തിരിച്ചൊന്നുകൂടി റിഫ്ലക്ട് ചെയ്താലോ ഈ സാധനം ഇങ്ങോട്ടാവൂലേ. എന്ന് പറഞ്ഞാൽ സിഗ്മ വി ഇൻവേഴ്സ് എന്താ? Sigma V. Okay. And what is the inverse of I? I തന്നെ ആയിരിക്കും. ഇൻവേഴ്സ് ഓഫ് I is equal to I തന്നെയാണ്. ഓക്കെ. ഒരു സെന്റർ ഓഫ് ഇൻവേർഷന്റെ ഇൻവേർഷൻ സെന്ററിന്റെ ഇൻവേഴ്സ് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതായിരുന്നു. എല്ലാ ഗ്രൂപ്പിലും there is an element, there is an inverse. Every element has an inverse. That is also an element in the group. ഓക്കെ. അതായത് ഇപ്പോ എയുടെ ഇൻവേഴ്സ് ആണ് ബി എങ്കിൽ then what is AB? AB is equal to E. ഓക്കെ. അത് മാത്രമല്ല വേറെ പോയിന്റ് ഓർക്കേണ്ടത്, ഒരു എലമെന്റും അതിന്റെ ഇൻവേഴ്സും ഓൾവേസ് കമ്മ്യൂട്ട് വിത്ത് ഈച്ച് അതർ. ഒരു എലമെന്റും അതിന്റെ ഇൻവേഴ്സും പരസ്പരം എന്ത് ചെയ്യും? എപ്പോഴും എന്ത് ചെയ്യും? കമ്മ്യൂട്ട് ചെയ്യും. എന്നാൽ AB is equal to E ആണെങ്കിൽ BA is equal to എന്തായിരിക്കും? E ആയിരിക്കും. ആ പോയിന്റ് എപ്പോഴും ഓർത്ത് വെക്കുക. എന്താണ്? An element and its inverse will always commute with each other. Okay. Then AB is equal to E ആണെങ്കിൽ BA is equal to E ആയിരിക്കും. ഇനി നിങ്ങൾ പഠിക്കാത്തൊരു പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ചിലപ്പോൾ ഇത് ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതായത് ABC ഓൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ C ഇൻവേഴ്സ്, B ഇൻവേഴ്സ്,
എ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, അതായത് ഒരു കോമ്പിനേഷന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് ഈച്ച് എലമെന്റ് ഇൻ ദ റിവേഴ്സ് ഓർഡർ. ഓക്കെ, അതായത് എ ബി സി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ബി സി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് സി ഇൻവേഴ്സ് എന്നല്ല, ഇങ്ങനല്ല, നേരെ തിരിച്ച് സി ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവേഴ്സ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേഷൻ is equal to inverse of each operation in the reverse order. നമുക്കിത് പ്രൂവ് ചെയ്യാം. സപ്പോസ് ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. സപ്പോസ് എ ബി സി ഇസ് ഈക്വൽ ടു ഡി ആന്നിരിക്കാം. ഓക്കെ, എ ബി സി എന്ന് പറയുന്നത് എ ബി സി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഡി ആന്ന് വിചാരിക്കാം. സോറി ഇതിന്റെ പ്രൂഫാണ് പറയാൻ വേണ്ടി പോകുന്നത്. പ്രൂഫ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് സപ്പോസ് എ ബി സി ഇസ് ഈക്വൽ ടു ഡി എന്ന് വിവരിക്കാം. ഞാൻ ഈ ഇതിനെ റൈറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് സി ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. അപ്പൊ അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്തു ഡി ഇൻറ്റു സി ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഓക്കെ, and this is AB into what is C into C inverse? E. അപ്പൊ E into B inverse into A inverse. ഇനി E into B inverse പറഞ്ഞാൽ എന്താ? B inverse. B inverse. അപ്പൊ A B into E into B inverse പറഞ്ഞാൽ B inverse into A inverse. അല്ലേ? ഇനി ഈ B into B inverse എന്താവും? E ആവും. പിന്നെ ഈ ഇയും എ ഇൻവേഴ്സ് കൂടി എന്താവും? എ ഇൻവേഴ്സ് ആവും. കൂടി എന്താവും? ലാസ്റ്റ് ഫൈനലി ഇവിടെ എന്താ കിട്ടുക? ഇന്ന് കിട്ടും. കിട്ടൂലേ? അപ്പൊ ദാറ്റ് ഇ ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു സി ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡി എന്ന് പറയുന്നത് ഈ സാധനത്തിന്റെ ഇൻവേഴ്സ് ആയിരിക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ ദിസ് ഡി ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണോ? എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു സി ഇൻവേഴ്സ് ആയിരിക്കട്ടെ. എന്നാലല്ലേ ഇത് ഇ ആവുള്ളൂ. ഈ സാധനം ഇ കിട്ടണമെങ്കിൽ ദിസ് ഡി ഷുഡ് ബി റെസിപ്രോക്കൽ ഓഫ് ദിസ്. ഇതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കണം. ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടണം? എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു സി ഇൻവേഴ്സ് ആയാലേ ഇ കിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഡി വി ഓൾറെഡി സ്റ്റേറ്റഡ് ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു എ ബി സി. ഓക്കെ, അപ്പോ അതായത് ഞാൻ പറഞ്ഞോണ്ട് വന്നത് ഈ ഡി എന്ന് പറയുന്നത് ഈ സാധനത്തിന്റെ എന്താണ്? ഇൻവേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അതായത് ഈ സാധനം ഈ കിട്ടണമെങ്കിൽ ഡി എന്തായിരിക്കണം? ഇന്റെ ഇൻവേഴ്സ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഡി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് സി ഇൻവേഴ്സ് ആയിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടിയിട്ടുണ്ടാവുള്ളൂ അല്ലെ? അതായത് ഇത് ഇസ് ഈക്വൽ ടു ഈ സാധനം ഇസ് ഈക്വൽ ടു ഇ കിട്ടണ്ടേ? അപ്പൊ ഡി എന്തായിരിക്കണം? ഈ സാധനത്തിന്റെ ഇൻവേഴ്സ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? എന്താ പറയാ? ഡി ഈസ് ഈക്വൽ ടു ഈ സംഗതി കിട്ടണം. എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ഇൻറ്റു സി ഇൻവേഴ്സ് കിട്ടണം. ഓക്കെ, ഇതായിരിക്കണം. ഇത് ക്ലിയർ ആണല്ലോ? അതായത് ഡി ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു സി ഇൻവേഴ്സ് ആണല്ലേ ഈ സാധനം ഇ ആവുള്ളൂ. അത് കറക്റ്റ് ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ, ഈ ഡി എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു സി ഇൻവേഴ്സ് ആയാലേ എന്താവുള്ളൂ? ഈ പ്രോഡക്റ്റ് ഇ ആവുള്ളൂ. ഇത് നമ്മൾ ഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഡി ഈസ് ഈക്വൽ ടു എ ബി സി. അപ്പൊ നമുക്ക് പറയാം ഡി അതായത് എ ബി സി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എന്താ വരിക? എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു സി ഇൻവേഴ്സ് വരിക. തിരിച്ചല്ലേ? ക്ലിയർ ആയില്ല സർ? ക്ലിയർ ആയിട്ടില്ല. ഇല്ല, സി ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് അല്ലേ സാർ? തിരിച്ച സോറി
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഫസ്റ്റ് പോയിന്റ് എന്താണ്? എ ബി സി ഇൻവേഴ്സ് പറഞ്ഞാൽ സി ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോ അതായത് നമ്മളിങ്ങനെയാ പറയേണ്ടത്. ഓക്കെ, ഇവിടം വരെ ഓക്കെ. ഒറ്റ മിനിറ്റ്. സോറി, ഇവിടെ ഇപ്പോ സി ഇൻവേഴ്സ്, ബി ഇൻവേഴ്സ്, എ ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് ഇ ആവണമെങ്കിൽ ഈ സാധനം എന്തായിരിക്കണം? ഇത് ഡി ആണല്ലോ. അപ്പൊ ഡി ഇൻറ്റു ഡി ഇൻവേഴ്സ് അല്ലേ ഇ വരിക? ഓക്കെ, അപ്പൊ അങ്ങനെ പറയാം. ദാറ്റ് ഇസ് വെരി ഗുഡ്. ഓക്കെ, അതായത് ഡി ഇൻറ്റു ഡി ഇൻവേഴ്സ് ആണ് ഈ വരേണ്ടത്. അപ്പൊ ഈ സാധനം എന്താണ്? ഈ സാധനം എന്താ? ഡി ഇൻവേഴ്സ് ആണ്. അപ്പൊ ഡി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്താ? സി ഇൻവേഴ്സ്, ബി ഇൻവേഴ്സ്, എ ഇൻവേഴ്സ്. ആൻഡ് വാട്ട് ഈസ് ഡി? ഡി ഇസ് ഈക്വൽ ടു എ ബി സി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ബി സി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു സി ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ദാറ്റ് ഈസ് എ റൂൾ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഇതാണ് നമ്മുടെ പോയിന്റ്. എ ബി സി ഓൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എന്താ പറയാ? സി ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ദാറ്റ് ഈസ് അതിന്റെ റിവേഴ്സ് ഓർഡറിലാണ് വരിക. അതിന്റെ പ്രൂഫാണ് നമ്മൾ പറയുന്നത്. എന്താ പ്രൂഫ്? സപ്പോസ് എ ബി സി ഈസ് ഈക്വൽ ടു ഡി, എ ബി സി ഈക്വൽ ടു ഡി ആണെന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിതിനെ ഈ എ ബി സിന്റെ ഇപ്പുറത്ത് സി ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ ഡിന്റെ ഇപ്പുറത്തും സി ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് ഇ ആ കിട്ടുക. കാരണം സി ഇൻറ്റു സി ഇൻവേഴ്സ് ഇ വരും, അല്ലെ? ഇ ഇൻറ്റു ബി ഇൻവേഴ്സ് ആയിരിക്കും. ബി ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ഇ. അങ്ങനെ ഫൈനലി അവസാനം അത് ഇ എന്ന് വരും. അപ്പൊ ഇ ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഇപ്പുറത്തുണ്ട് സി ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഉണ്ട്. അപ്പൊ ഈ സാധനം എന്തായിരിക്കണം? ഇവിടെ ഡി ഉള്ളത് കൊണ്ട് ഇപ്പുറത്ത് ഇ ആയതുകൊണ്ടും ഈ ഡിയുടെ ഇൻവേഴ്സ് ആയിരിക്കണം ഈ സാധനം. എന്ന് പറഞ്ഞാൽ ഡി ഇൻവേഴ്സ് ആണ് ഏത്? സി ഇൻവേഴ്സ്, ബി ഇൻവേഴ്സ്, എ ഇൻവേഴ്സ്. ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? എ ബി സി ആണ്. അപ്പൊ എ ബി സി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു സി ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ദാറ്റ് ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ പ്രൊഡക്റ്റ് ഓഫ് ഓപ്പറേഷൻ or combination of operation is the reciprocal of എന്താണ്? each operation in the reverse order. That is the rule. Okay. ഇനി അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റൂൾസ്. ഒരു മാത്തമെറ്റിക്കൽ ഗ്രൂപ്പ്സിന്റെ റൂൾസ് ആണ് പറഞ്ഞത്. എന്ന് നമ്മൾ പറയുന്നത് സം എക്സാമ്പിൾസ് ഫോർ എ ഗ്രൂപ്പ്. അപ്പൊ ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ് ആണ് ഓർഡർ എന്ന് പറയാ. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എച്ച്. നമ്മൾ സാധാരണ എച്ച് എന്ന ലെറ്ററാണ് ഡിനോട്ട് ചെയ്യുക. അതിൽ ഇൻഫിനിറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാവും, ഫൈനൈറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻഫിനിറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളാണ് ഇൻഫിനിറ്റ് ഗ്രൂപ്പ് എന്ന് പറയാം. ഇഫ് ദേ ആർ ഫൈനൈറ്റ് ഇറ്റ് ഈസ് കോൾഡ് ഫൈനൈറ്റ് ഗ്രൂപ്പ്. ഇൻഫിനിറ്റ് ഗ്രൂപ്പിന് ഒരു എക്സാമ്പിൾ ആണ് all integers is an infinite group. അല്ലെ? വേറൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡി ഇൻഫിനിറ്റ് എച്ച്, അതുപോലെ സി ഇൻഫിനിറ്റ് ബി എന്നൊക്കെ പഠിച്ചിട്ടില്ലേനോ? പഠിച്ചിനോ? പോയിന്റ് ഗ്രൂപ്പ് പഠിച്ചിട്ടില്ലേ? അതില് ഡി ഇൻഫിനിറ്റ് എച്ച് പോയിന്റ് ഗ്രൂപ്പ് വരുന്ന ഒരു മോളിക്യൂൾ എക്സാമ്പിൾ പറ. അറിയാൻ നോക്കട്ടെ. ഡി ഇൻഫിനിറ്റ് എച്ച് വരുന്ന പോയിന്റ് ഗ്രൂപ്പ് വരുന്ന ഒരു മോളിക്യൂൾ എക്സാമ്പിൾ. ഡി ഇൻഫിനിറ്റ് എച്ച് വരുന്ന മോളിക്യൂൾ സാധാരണ ലീനിയർ മോളിക്യൂൾസ് ആണ് അല്ലെ? സി ഇൻഫിനിറ്റ് വിയും ഡി ഇൻഫിനിറ്റ് എച്ചും വരിക. അതില് സെന്റർ ഓഫ് സിമെട്രി ഉള്ള മോളിക്യൂൾസ് ആണെങ്കിൽ, അതായത് ഐ ഉള്ളതാണെങ്കിൽ ഡി ഇൻഫിനിറ്റ് എച്ച് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് ഡി ഇൻഫിനിറ്റ് എച്ച് ആണ്. അതേപോലെ നൈട്രജൻ മോളിക്യൂൾ ഡി ഇൻഫിനിറ്റ് എച്ച് ആണ്. സെന്റർ ഓഫ് സിമെട്രി ഇല്ലാത്ത കാർബൺ മോണോക്സൈഡ് ആണ്, അത് സി ഇൻഫിനിറ്റ് വി ആണ് അല്ലെ? അല്ലെങ്കിൽ ഹൈഡ്രജൻ സയനൈഡ്, അതൊക്കെ സി ഇൻഫിനിറ്റ് വി ആണ്. അത് നിങ്ങൾ മറ്റേ വീഡിയോയിൽ ഉണ്ട്, നിങ്ങൾ കാണുക, മനസ്സിലാക്കുക. അപ്പൊ അതൊക്കെ ഇൻഫിനിറ്റ് ഗ്രൂപ്പ്സ് ആണ്. ഡി ഇൻഫിനിറ്റ് എച്ച്, സി ഇൻഫിനിറ്റ് വി. അത് ഓർത്ത് വെക്കുക. ഡി ഇൻഫിനിറ്റ് എച്ച് വരുന്നത് സെൻട്രോസിമെട്രിക് ആയുള്ള ലീനിയർ മോളിക്യൂൾസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് പോലെ, നൈട്രജൻ പോലുള്ള മോളിക്യൂൾസ്. ഓക്കെ, നോൺ സെൻട്രോസിമെട്രിക് ആയുള്ള ലീനിയർ മോളിക്യൂൾസ് ആണ് സി ഇൻഫിനിറ്റി വി വരിക. അപ്പൊ കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ സയനൈഡ് ഒക്കെ എന്താ? സി ഇൻഫിനിറ്റ് വി ആണ്. അതൊക്കെ ഇൻഫിനിറ്റ് പോയിന്റ് ഗ്രൂപ്പ്സ് വരുന്നതാണ്. ഫൈനൈറ്റ് പോയിന്റ് ഗ്രൂപ്പിൽ കുറെ എക്സാമ്പിൾസ് ഉണ്ട്.
അതിലൊരു എക്സാമ്പിൾ ആണ് ഇപ്പോ I മൈനസ് I 1 മൈനസ് 1. ഇത് ഒരു മാത്തമാറ്റിക്കൽ ഗ്രൂപ്പ് ആയിട്ട് ഫോം ചെയ്യോ? നമുക്ക് അങ്ങനെ പരിശോധിക്കാം. ഞാൻ വേറൊരു പേജ് എടുക്കാം. We are studying whether this group, that is I minus I 1 minus 1, is this four can form a mathematical group? നോക്കുക, നമ്മുടെ ഒന്നാമത്തെ റൂൾ നോക്കുക. What is first rule? Square of each element must be an element in the same group. What is I square? -1. -1. അത് ഇവിടെ ഉണ്ട്. Okay. And what is minus I square? മൈനസ് ഐ സ്ക്വയർ എന്താ? 1 അല്ലേ? മൈനസ് ഐ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ 1 വരിക. ദാറ്റ് ഇസ് ഓൾസോ ഇൻ ദ സെയിം ഗ്രൂപ്പ്. പിന്നെ 1 I ഇൻറ്റു മൈനസ് ഐ എന്താ വരിക? I ഇൻറ്റു മൈനസ് ഐ മൈനസ് ഐ സ്ക്വയറിൽ വരിക. I square is equal to -1. -1 into minus എന്നാണ് 1 അല്ലേ വരിക. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ സെയിം ഗ്രൂപ്പ്. അതേപോലെ -1 into 1 is equal to -1. That is also in the same group. അതിൽ 1 square is equal to 1. -1 square is equal to 1. Okay, clear ആണല്ലോ? And which is the identity element in this group? ഇതിലുള്ള ഐഡന്റിറ്റി എലമെന്റ് ഏതാ? ഐഡന്റിറ്റി എലമെന്റ് ഏതാ വരിക? എല്ലാ എലമെന്റുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുകയും അതിനെ ലീവ് ദം അൺചേഞ്ച്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ? The identity operation in the group. So this is a mathematical group. This 4 can form mathematical group because it obeys all our 4 rules. നമ്മൾ നേരത്തെ പറഞ്ഞ 4 റൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് this can form a mathematical group. Okay. ഇനി what is a group multiplication table? അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഗ്രൂപ്പില് there will be h elements. അപ്പോ ഒരു ഫൈനൈറ്റ് ആയുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ h എലമെന്റ്സ് ഉണ്ടാവും. ആ എല്ലാ എലമെന്റിന്റെയും കോമ്പിനേഷനുകളും അതേ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആയിരിക്കും നമുക്കറിയാം. ആ h എലമെന്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എലമെന്റുകളും അതേ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആയിരിക്കും. സോ വി ഹാവ് എ കോമ്പിനേഷൻ ഓഫ് h സ്ക്വയർ എലമെന്റ്സ് അല്ലെ? നമ്മളിത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു h സ്ക്വയർ എലമെന്റ്സ് വരും. ആ h സ്ക്വയർ എലമെന്റ്സിനെ നമ്മൾ മൊത്തത്തില് എന്താണ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇത് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ദാറ്റ് ഈസ് we are tabulating all the possible combination of the elements in the group. ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും പോസിബിൾ കോമ്പിനേഷനുകളെ ടേബിൾ വൈസ് നമ്മൾ അറേഞ്ച് ചെയ്തതിന് എന്ത് പറയാ? ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയാം. ഓക്കെ, ഇനി ഓർഡർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് A ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏത് ഓപ്പറേഷനാ ചെയ്യാം? ബി ഓപ്പറേഷൻ. ഫസ്റ്റ് ബി ചെയ്തിട്ടാണ് പിന്നെ എ ചെയ്യാൻ പാടുള്ളൂ. റൈറ്റ് ടു ലെഫ്റ്റിലേക്കാണ് ഓപ്പറേഷൻ വരിക കേട്ടോ. ദാറ്റ് ഈസ് ഓർഡർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, അത് ഓർത്ത് വെക്കുക. പിന്നെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട തിയറാണ് റീഅറേഞ്ച്മെന്റ് തിയറം. അതെ, റീഅറേഞ്ച്മെന്റ് തിയറം പറയുന്നത് ഈച്ച് റോ ആൻഡ് ഈച്ച് കോളം ലിസ്റ്റ് ഈച്ച് എലമെന്റ് വൺസ് ആൻഡ് ഓൺലി വൺസ് എന്ന് പറഞ്ഞാൽ ഓരോ റോയിലും ഓരോ കോളത്തിലും ഒരു എലമെന്റ് ഒരു തവണ എന്തായാലും ഉണ്ടാവും, ഒരു തവണ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഓരോ എലമെന്റും എല്ലാ എലമെന്റ്സും ഒരു കോളത്തിൽ ഒരു റോയിലും ഉണ്ടാവും. ഓക്കെ, ബട്ട് ദേ പ്രസന്റ് ഓൺലി വൺസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈച്ച് കോളം ആൻഡ് ഈച്ച് റോ ഈസ് എ ഡിഫറെന്റ് അല്ലെ? ഓക്കെ, അതായത് പറഞ്ഞ മനസ്സിലാക്കോ? അതായത് ഈച്ച് റോ ആൻഡ് ഈച്ച് കോളം ലിസ്റ്റ് ഈച്ച് എലമെന്റ് വൺസ് ആൻഡ് ഓൺലി വൺസ്. അപ്പൊ ഓരോ റോയിലും ഓരോ കോളത്തിലും എല്ലാ എലമെന്റുകളും ഒരു തവണയെങ്കിലും ഉണ്ടാവണം, ഒരു തവണ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എല്ലാ കോളവും എല്ലാ റോയും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. നോ ടു കോളംസ് ഓർ ടു റോസ് വിൽ ബി ഐഡന്റിക്കൽ.
രണ്ട് കോളംസോ രണ്ട് റോസോ ഒരിക്കലും എന്താവില്ല, ഐഡന്റിക്കൽ ആവില്ല. ഓൾവേസ് ബി ഡിഫറെന്റ്. എന്ന് പറഞ്ഞാൽ ഈച്ച് കോളം ആൻഡ് ഈച്ച് റോ ഈസ് എ റീഅറേഞ്ച്ഡ് ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് റീഅറേഞ്ച്മെന്റ് തിയറം. എന്ന് പറഞ്ഞാൽ ഓരോ കോളവും ഓരോ റോ എന്ന് പറയുന്നത് ആ എലമെന്റുകളുടെ ഒരു റീഅറേഞ്ച്ഡ് ആയിട്ടുള്ള ലിസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്മെന്റ് ആണ് ഒരു കോളം വരിക അല്ലെങ്കിൽ ഒരു റോ വരിക, അതിന്റെ വേറൊരു റീഅറേഞ്ച്ഡ് ലിസ്റ്റ് ആയിരിക്കും വേറൊരു കോളം വേറൊരു റോ വരിക. ഓക്കെ, ആൻഡ് ദാറ്റ് തിയറം ഈസ് കോൾഡ് റീഅറേഞ്ച്മെന്റ് തിയറം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തിയറം വെച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നോക്കാം നമുക്ക്. ഗ്രൂപ്പ് ഓഫ് ഓർഡർ 2. ഈ ഗ്രൂപ്പിന്റെ പേരാണ് നമുക്ക് ഈ സൈഡിൽ ഇവിടെ എഴുതാം. സപ്പോസ് ഇ ആൻഡ് എ ഫോം എ ഗ്രൂപ്പ് ഓർഡർ 2. ഓർഡർ 2 ഉള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ്? നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലെ? നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള ഗ്രൂപ്പിനാണ് ഓർഡർ എന്ന് വിളിക്കുക. അപ്പൊ 2 എലമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ഇ എ. അപ്പൊ നമ്മൾ അതിന്റെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുമ്പോൾ ഞാൻ ആ ഗ്രൂപ്പിനെ G2 എന്ന് എഴുതും. അതിവിടെ ആ ഗ്രൂപ്പിന്റെ പേര് ഇവിടെ എഴുതി. എന്നിട്ട് ആ എലമെന്റുകളെ അതിന്റെ റോ ഹെഡ് ആയിട്ട് ഇ എന്ന് കൊടുത്തു, അതുപോലെ കോളം ഹെഡ് ആയിട്ട് ഇ എന്ന് കൊടുത്തു, അതുപോലെ റോ ഹെഡ് ആയിട്ടും ഇ എന്ന് കൊടുത്തു. ഓക്കെ, ഇതിന് ആകെ ഒരു അറേഞ്ച്മെന്റേ പോസിബിൾ ആവുള്ളൂ. ഇ ഇൻറ്റു ഇ അല്ലെ? എന്തായിരിക്കും വരിക? ഇ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ അല്ലെ? അതുപോലെ എ ഇൻറ്റു ഇ എന്ന് പറഞ്ഞാലും ഇ ആയിരിക്കും. എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ വരേണ്ടത്? സോറി, ഇവിടെ ഇത് വരുമോ? ഇങ്ങനെ വരുമോ? ഇങ്ങനെ വരുമോ? ഇങ്ങനെ വരില്ല അല്ലേ? ഈ 2 തവണ വരാൻ പറ്റൂല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഇ ഇൻറ്റു ഇ എന്തായിരിക്കണോ? അല്ലേ? ഇതിങ്ങനല്ലേ വരാൻ ചാൻസ് ഉള്ളൂ. 2 എലമെന്റ് ആവുമ്പോ റീഅറേഞ്ച് ലിസ്റ്റ് ആയിരിക്കണ്ടേ? ഓക്കെ, അപ്പോ ഇത് ഇ എ. ഓക്കെ, അപ്പോ എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഇ. ഓക്കെ, റെഡിയാണ്. അപ്പൊ ഇതൊരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഈ ഒരു 2 എലമെന്റ്സ് ഓർഡർ 2 ആയുള്ള ഗ്രൂപ്പിന് 2 എലമെന്റ് വരുന്നു. ഓക്കെ, അപ്പൊ ഇ എ അപ്പോ ഇവിടെ ഇ എന്ന് വരും. അപ്പോ എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഇ. ഓക്കെ, കറക്റ്റ് ആണ്, കുഴപ്പമില്ല. ദിസ് ഈസ് എ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫോർ ദി ഗ്രൂപ്പ് ഓഫ് ഓർഡർ 2. ഇനി ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫോർ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 3. ഞാൻ അതിനെ G3 എന്ന് എഴുതുന്നു. വി ഹാവ് 3 എലമെന്റ്സ് ഇ എ ബി, അതേപോലെ ഇ എ ബി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം സെയിം ആയിരിക്കുമല്ലോ, കാരണം ഇ കൊണ്ടാണല്ലോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതെന്തായാലും ഇ എ ബി ആയിരിക്കും, ഇതും ഇ എ ബി ആയിരിക്കും, കുഴപ്പമില്ല. ഇനി നിങ്ങൾ പറ. നെക്സ്റ്റ് അടുത്തതാണ് എ ഇൻറ്റു എ ഇ വരുന്നു. ഓക്കെ, ഇ വരുമോ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ബി ഇൻറ്റു ബി എന്തായിരിക്കണം? ഇ ആയിരിക്കണം. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അടുത്ത എലമെന്റ് ഏതാ വരിക? എ. പക്ഷെ എ ഇവിടെ ഇല്ലേ ഓൾറെഡി? അപ്പൊ എന്ത് വരണോ? ബി വരണോ? പക്ഷെ ബി വന്നാൽ ബി ഓൾറെഡി ഇവിടെ ഇല്ലേ? അപ്പൊ ഇത് ശരിയാകുമോ? എന്ന് പറഞ്ഞാൽ ഓർഡർ 3 ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ കേസിൽ ഒരു എലമെന്റിന്റെ സ്ക്വയർ അതിന്റെ ഇൻവേഴ്സ് അല്ല. എ സ്ക്വയർ നോട്ട് ഈക്വൽ ടു ഇ ആണ്. അങ്ങനെ പോസിബിൾ ആവൂല. അങ്ങനെ പോസിബിൾ ആയാൽ ഇവിടെ ഈ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ റീഅറേഞ്ച്മെന്റ് തിയറം തെറ്റും. അപ്പൊ ഓർഡർ ഓഫ് ഗ്രൂപ്പ് 3 ദി സ്ക്വയർ ഓഫ് ഈച്ച് എലമെന്റ് നെവർ ബി ഈക്വൽ ടു എന്താണ്? ഇറ്റ്സ് ഇൻവേഴ്സ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഓർഡർ 3 ആയുള്ള ഗ്രൂപ്പിന്റെ ഇൻവേഴ്സ് ഒരു എലമെന്റിന് ഇൻവേഴ്സ് അത് തന്നെ ആവൂല. എയുടെ ഇൻവേഴ്സ് എ ആവുമ്പോഴല്ലേ ഇ വരിക? എയുടെ ഇൻവേഴ്സ് എ ആവുമ്പോഴാണ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ വരിക. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ദിസ് കേസ്. കാരണം ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ എ ഇൻവേഴ്സ് ഓഫ് എ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എന്താ? ബി ആണ് വരിക. എയുടെ ഇൻവേഴ്സ് ബി ആണ്. അപ്പൊ എ ബി ഇസ് ഈക്വൽ ടു ഇ ആയിരിക്കും. ഇപ്പൊ നമുക്ക് കറക്റ്റ് ചെയ്യാം. എ ബി ഇസ് ഈക്വൽ ടു ഇ ആയതുകൊണ്ട് അതിന്റെ നമുക്കറിയാം ഇൻവേഴ്സുകൾ കമ്മ്യൂട്ട് ചെയ്യും. അപ്പൊ ബി ഐ ഇസ് ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും? ഇ തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വരും? ബി ബി ഇസ് ഈക്വൽ ടു എന്ത് വരും? എ വരും. എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഓർത്ത് നോക്കുക. എന്താ പോയിന്റ്? ഇൻ ദ കേസ് ഓഫ്
എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 3, ഇത് ഇൻവേഴ്സ് ഓഫ് എൻ എലമെന്റ് നെവർ ബി ഇറ്റ് സെൽഫ്. ഓക്കെ, ഒരു എലമെന്റിന് ഇൻവേഴ്സ് അതേ എലമെന്റ് തന്നെ ഒരിക്കലും ആവില്ല. അങ്ങനെ ആയാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായിക്കോ? മനസ്സിലായി. അതായത് എ ഇൻവേഴ്സ് നോട്ട് ഈക്വൽ ടു എ. ഈ കേസിലാണ്, എല്ലാ കേസിലും അല്ല. ഗ്രൂപ്പ് ഓഫ് ഓർഡർ 3 എ ഇൻവേഴ്സ് നോട്ട് ഈക്വൽ ടു എ. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ആവുമ്പോൾ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ വരും. പക്ഷെ ഇവിടെ ഇ കൊടുത്താൽ ഇവിടെ ഇ വരും. അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്കത് എന്താണ്, നമ്മളെ കംപ്ലീറ്റ് തെറ്റും. ഓക്കെ, അപ്പൊ ഈ കേസിൽ എ ഇൻവേഴ്സ് നോട്ട് ഈക്വൽ ടു എ, എ ഇസ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ആണ്. അതുകൊണ്ടാണ് എ ബി ഇസ് ഈക്വൽ ടു ഇ വരും. അതേപോലെ ബി എ ഇസ് ഈക്വൽ ടു ഇ വരും. ഓക്കെ, ഇനി ഈ ഗ്രൂപ്പ് ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്. എന്താ ഒരു സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല്? സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത പറഞ്ഞുതരാം. അതായത് എ ബി ഈസ് ഈക്വൽ ടു ഇ അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? എ ബി ഈസ് ഈക്വൽ ടു ഇ ആണ്. ഓക്കെ, ആൻഡ് അതിന് മുമ്പ് ഇങ്ങനല്ല, ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ കേസിൽ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ആണല്ലോ. ക്ലിയർ ആണല്ലോ? എ സ്ക്വയർ ബി അല്ലേ? എ ഇൻറ്റു എ എന്താ കിട്ടി നമുക്ക്? സോറി, ഓക്കെ. അപ്പോ ഞാൻ ഒന്നുകൂടി അത് പറയാം. അത് വിട്ടുപോയി. G3. അപ്പോ ഇ എ ബി, അപ്പോ ഇത് ഇ എ ബി ആയിരിക്കും, ഇത് ഇ എ ബി ആയിരിക്കും. അപ്പൊ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി, എ ബി ഈസ് ഈക്വൽ ടു ഇ, ബി എ ഈസ് ഈക്വൽ ടു എന്താ? ബി എ ഈസ് ഈക്വൽ ടു ഇ ആൻഡ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ. ഓക്കെ, ഈ ഗ്രൂപ്പിനെ നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വിളിക്കുക. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ മുമ്പ് കിട്ടിയത് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഓക്കെ, ആൻഡ് എ ബി ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ ബി ഈസ് ഈക്വൽ ടു ഇ ആണല്ലോ. ഇനി എ ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു വാട്ട് ഈസ് ബി? ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോ എ ഇൻറ്റു എ സ്ക്വയർ എന്ന് എഴുതാം. ബിക്കോസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ആണ്, അല്ലെങ്കിൽ ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. അപ്പോ എ ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ. ഓക്കെ, അപ്പോ എ, അപ്പൊ ഇതിലുള്ള എലമെന്റ്സ് നോക്കുകള്, എലമെന്റ്സ് നോക്കിയേ. ഇനി ഇ ഏതാ? ഇ എന്ന് പറഞ്ഞാല് എ ഇൻറ്റു, സോറി, ഇ നമുക്ക് ഏതാ കിട്ടിയത്? എ ഇൻറ്റു ബി കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 3 എലമെന്റ്സ് ഉള്ളത്. ഏതൊക്കെ എലമെന്റ്സ്? ഒന്ന് എ, ഒന്ന് ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ ആണ്. ഒന്ന് ഇ ആണ്. ഇ എന്താ? എ ക്യൂബ് ആണ്. എന്ന് പറഞ്ഞാൽ all the elements can be written like this, and these type of groups are called cyclic groups. That is, we can generate all the elements from a particular element or from a single element. ഒരു സിംഗിൾ എലമെന്റിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും ജനറേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ all the elements can be written like this. That is a square, a cube, ആ തരത്തിൽ. അതായത് ഒരു ജനറലി പറയുകയാണെങ്കിൽ ഇപ്പോ എ സ്ക്വയർ, എ ക്യൂബ്, എക്സെട്ര, എ റൈസ് ടു n മൈനസ് 1, എ റൈസ് ടു n, ഈ തരത്തില് എല്ലാ എലമെന്റുകളെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ എന്ത് വിളിക്കുക? സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വിളിക്കുക. മനസ്സിലായിക്കോ? ക്ലിയർ ആണോ? ഒന്നുകൂടി ഞാൻ പറയാം. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, എ ഇൻറ്റു എ, ദാറ്റ് ഈസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി അല്ലേ? അപ്പൊ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി ആ. പിന്നെ എ ഇൻറ്റു ബി അല്ലെ? എ ഇൻറ്റു ബി നോക്ക്, എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു എന്താ? ഇ അല്ലേ? ഓക്കെ, പക്ഷെ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ബി? ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ അല്ലേ? അപ്പൊ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു എ സ്ക്വയർ എന്ന് എഴുതാം. കാരണം ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ആ. അപ്പൊ എ ക്യൂബ് ആണ് ഇ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എലമെന്റ്സ് ആരൊക്കെയാ? ഒന്ന് എ, രണ്ടാമത് ബി, ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ, മൂന്നാമത് ഇ എന്ന് പറഞ്ഞാൽ എ ക്യൂബ്. ദാറ്റ് മീൻസ് വി ക്യാൻ ജനറേറ്റ് ഓൾ ദ എലമെന്റ്സ് ഫ്രം എ.
from a particular element. Or we can write all the elements like this, a square, a cube, like that. This type of groups are called എന്താ വിളിക്കുക? സൈക്ലിക് ഗ്രൂപ്പ്. ആലോചിച്ച് നോക്ക്, സൈക്ലിക് ഗ്രൂപ്പ്സ് വേറെ കാര്യം ആലോചിച്ച് നോക്ക്. അതായത് ഇവിടെ a into b is equal to e ആണ് അല്ലെ, അതേപോലെ b into a is equal to e അല്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ എലമെന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇൻ എ സൈക്ലിക് ഗ്രൂപ്പ് ഓൾ ദ എലമെന്റ്സ് വിൽ കമ്മ്യൂട്ട്. ഒരു സൈക്ലിക് ഗ്രൂപ്പിൽ എല്ലാ എലമെന്റ്സും കമ്മ്യൂട്ട് ചെയ്യും. കമ്മ്യൂട്ട് ചെയ്യുമല്ലോ, കാരണം എന്താ? എ ബി എന്ന് പറഞ്ഞാൽ അല്ലെ ബി എ ആയിരിക്കും, കാരണം എ ബി എന്ന് പറഞ്ഞാൽ എ ക്യൂബാ അല്ലെ. എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈസ് ഈക്വൽ ടു എ ക്യൂബ് ആണ്. അതുകൊണ്ട് എയും ബിയും കമ്മ്യൂട്ട് ചെയ്യും എന്തായാലും. എ ബി ഈസ് ഈക്വൽ ടു എ ക്യൂബ് ആയതുകൊണ്ട് അല്ലെ, അല്ലെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ സ്ക്വയർ ആയതുകൊണ്ട് ദേ വിൽ ഓൾവേസ് കമ്മ്യൂട്ട്. അപ്പൊ ഒരു സൈക്ലിക് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സും കമ്മ്യൂട്ട് ചെയ്യും. അതിന് മുമ്പ് വേറൊരു കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇൻ എ ഗ്രൂപ്പ് ഇഫ് ഓൾ ദ എലമെന്റ്സ് കമ്മ്യൂട്ട് വിത്ത് ഈച്ച് അതർ ദാറ്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ്, അതിന് പേരുണ്ട് പ്രത്യേകം, ഓർമ്മ? അബിലിയൻ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈക്ലിക് ഗ്രൂപ്പുകളൊക്കെ എന്തായിരിക്കും? അബിലിയൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു ഗ്രൂപ്പിലെ എല്ലാ എലമെന്റും പരസ്പരം കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് വിളിക്കുക? അബിലിയൻ എന്ന് വിളിക്കുക. ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സും പരസ്പരം കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ് അബിലിയൻ. Therefore, cyclic group will always be abelian. Cyclic group എല്ലായ്പ്പോഴും അബിലിയൻ ആയിരിക്കും, കാരണം അതിലുള്ള എല്ലാ എലമെന്റ്സും പരസ്പരം എന്ത് ചെയ്യും? കമ്മ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4 നോക്കാം. അതിന് രണ്ട് തരത്തിലുള്ള അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. ഞാൻ അതിനെ G41 G42 എന്ന് കൊടുക്കുകയാണ്. G41 G42. G41 നമ്മുടെ എലമെന്റുകളെ ഞാൻ ഇ എ ബി സി എന്ന് കൊടുക്കുന്നു. അപ്പോ ഇ എ ബി സി. ഓക്കെ, ഫസ്റ്റ് കേസിൽ എവറി element is the inverse of itself. Okay, that is A is equal to A inverse, B is equal to B inverse, and C is equal to C inverse. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാലോ. ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ എന്താ വരിക? ഇ എ ബി സി. ഇവിടെ എന്താ വരിക? ഇ എ ബി സി. ഇനി ഇവിടെ എന്താ വരും? എ ഇൻറ്റു എ എന്താ വരിക? ഇഫ് എ is equal to A inverse, then A into A is equal to എന്തായിരിക്കും? ഓക്കെ, അതേപോലെ ബി ഇൻറ്റു ബി ഇ, സി ഇൻറ്റു സി ഇ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇനി എ ബി സിക്വൽ ടു എന്തായിരിക്കും ഇവിടെ വരിക? സി എല്ലാം ചാൻസ് ഉള്ളൂ ഇവിടെ. സി കാരണം ഇവിടെ സി ഇവിടെ വരില്ലല്ലോ, ഓൾറെഡി സി എന്തായാലും പോകണമെന്നാണ്. അപ്പൊ ഇവിടെ സി വരും. അപ്പൊ ഇവിടെ എന്താ വരിക? ഇവിടെ ബി. ഇനി ഇവിടെ എന്ത് വരും? ഇവിടെ ഓക്കെ, ഇവിടെ സി എ വരാൻ ചാൻസ് ഉള്ളൂ, കാരണം സി താഴെ വരൂല അല്ലെ, കാരണം താഴെ ഓൾറെഡി ഒരു സി ഉണ്ട്. അപ്പൊ ഇവിടെ സി വരും. അപ്പൊ ഇവിടെ എന്താ വരിക? ഇനി ഇവിടെ എന്താ ചാൻസ് ഉള്ളത്? ബാക്കി എന്താ ഉള്ളത്? ഓക്കെ, ഇവിടെ എന്താ ബാക്കിയുള്ളത്? എ. And that is the first case, G41. ഇനി രണ്ടാമത്തെ കേസ് പരസ്പര ഇൻവേഴ്സ് അല്ല എന്നാ, പരസ്പര ഇൻവേഴ്സ് അല്ലാത്തൊരു കേസ്. അങ്ങനത്തെ കേസ് നമുക്ക് ആലോചിച്ച് നോക്കാം, വരച്ചു നോക്കാം. That is E A B C, E A B C. Okay, then first row and first column we can easily write E A B C, E A B C. Okay, suppose A into A is equal to B. Okay, A into A B ആണെന്നിരിക്കുക, and A B is equal to E. അതായത് A യുടെ ഇൻവേഴ്സ് B ആണെന്നിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് A B is equal to E വരും. അപ്പോ ഇവിടെ എന്താ ബാക്കിയുള്ളത്? എന്താ ബാക്കിയുള്ളത്? സോറി, എ ബി സിക്വൽ ടു ബി അല്ല, സി എ വരാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇവിടെ ഇ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? സി ആ ബാക്കിയുള്ളത്. അപ്പൊ സി ഇവിടെ വരേണ്ടി വരും. അപ്പൊ പറ്റൂല, എയുടെ ഇൻവേഴ്സ് സി ആണെന്നിരിക്കാം. അപ്പൊ ഇവിടെ എ വരും. സോറി, എ അല്ല, ഇ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി എ ഇസ് ഈക്വൽ ടു എന്ത് വരും?
ഇവിടെ എന്താ വരിക? അതിന് മുമ്പ് AC is equal to E ആയതുകൊണ്ട് CA is equal to E ആയിരിക്കും. ഓക്കെ, അപ്പോ ബിയുടെ ഇൻവേഴ്സ് ഏതായിരിക്കും? ബിയുടെ ഇൻവേഴ്സ് അല്ല, എയുടെ ഇൻവേഴ്സ് സി കൊടുത്തല്ലോ. എയുടെ ഇൻവേഴ്സ് സി കൊടുത്തു, അപ്പൊ സിയുടെ ഇൻവേഴ്സ് എയും ആയിരിക്കും, പരസ്പര ഇൻവേഴ്സ് ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിന്റെ ഇൻവേഴ്സ് ബി തന്നെ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഇ വന്നു. അപ്പൊ ഇനി ബാക്കി നോക്കാം. അപ്പൊ അങ്ങനെയാണ് ഇവിടെ എന്തായാലും ബാക്കിയുള്ളത് സി. ഇവിടെ എന്താ ബാക്കിയുള്ളത്? ബി സി ഇ എ. ഇവിടെ എന്താ ബാക്കിയുള്ളത്? സി ഇ എ ബി. ഓക്കെ, ദിസ് ഈസ് അനദർ ഗ്രൂപ്പ്. അപ്പൊ G4 എന്ന് പറയുന്ന ഗ്രൂപ്പിന് രണ്ട് അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. ഒന്ന്, ഓരോന്നും പരസ്പരം ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തത്, ഏതെങ്കിലും ഒന്ന് മാത്രം അതിന്റെ ഇൻവേഴ്സ് ഒന്ന്, സോറി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ രണ്ട് അറേഞ്ച്മെന്റ് G4 പോസിബിൾ ആണ്. ഒന്ന്, ഓരോന്നും അതിന്റെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തത്, ഏതെങ്കിലും ഒന്ന് മാത്രം അതിന്റെ ഇൻവേഴ്സ് ആയിട്ട് വരിക, മറ്റേതിന്റെ ഇൻവേഴ്സ് മറ്റേതായിട്ട് വരിക. ഇനി ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4ന്റെ ഏറ്റവും നല്ലൊരു പോയിന്റ് ഗ്രൂപ്പിൽ നമ്മളൊരു എക്സാമ്പിൾ ആണ് C2V അല്ലെ? C2Vയുടെ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. C2വിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? C2വിൽ വരുന്ന എലമെന്റ്സ് E, C2, സിഗ്മ വി ഡാഷ്. അപ്പൊ ഇവിടെ E, C2, സിഗ്മ വി ഡാഷ്. അപ്പോ അതിനുള്ള എലമെന്റ്സ് ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ വി കൻ കംപ്ലീറ്റ് E, C2, സിഗ്മ വി ഡാഷ്, C2, സിഗ്മ വി ഡാഷ്. C2V നമുക്കറിയാം G4 1 ആണോ അല്ലെങ്കിൽ G4 2 ആണോ? C2V എന്ന് പറയാൻ ഓരോന്നും അതിന്റെ ഇൻവേഴ്സ് തന്നെയാണോ C2Vയില്? നോക്കുക, നമുക്കറിയാലോ. G4 1 എന്ന് പറഞ്ഞാൽ എന്താ? എവറി എലമെന്റ് ഇസ് ദി ഇൻവേഴ്സ് ഓഫ് ഇറ്റ് സെൽഫ്. ആ കേസിൽ ഇവിടെ വരുന്നത്, ഇവിടെ C2 ഇൻവേഴ്സ് ഏതാ? C2 തന്നെ അല്ലേ? സിഗ്മവിന്റെ ഇൻവേഴ്സ് സിഗ്മ വി തന്നെ അല്ലേ? സിഗ്മ വി ഡാഷിന്റെ ഇൻവേഴ്സ് സിഗ്മ വി ഡാഷ് തന്നെ. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യാം. C2 into C2 is equal to E. സിഗ്മ വി into സിഗ്മ വി E. സിഗ്മ വി ഡാഷ് into സിഗ്മ വി ഡാഷ് E. അപ്പൊ ഇത് സിഗ്മ വി ഡാഷ്, ഇത് സിഗ്മ വി. ഇവിടെ സിഗ്മ വി ഡാഷ്, സിഗ്മ വി E. പിന്നെ ഇവിടെ C2, സോറി, ഈ കുറച്ചുകൂടി താഴെയാണ്. ഓക്കെ, ഇവിടെ E ഉണ്ട്, ഇവിടെ C2 വരും, ഇവിടെ C2 ഉണ്ട്, ഇവിടെ എന്ത് വരും? സോറി, ഇവിടെ E ഉണ്ട്, ഇവിടെ C2 വരും. Okay, and that is a point group of C2V. This you have already studied. ഇനി ഗ്രൂപ്പ് ഓഫ് ഓർഡർ 6. ഗ്രൂപ്പ് ഓഫ് ഓർഡർ 6ന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് C3V. ആ, നമുക്കൊരു ജനറൽ ഗ്രൂപ്പ് നോക്കാം. ജനറൽ ആയിട്ടൊരു ഗ്രൂപ്പ്. ജനറൽ ആയിട്ട് ഞാൻ G61 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. എലമെന്റ്സ് E, A, B, C, D, F. E, A, B, C, D, F. ഓക്കെ, അപ്പോ ഫസ്റ്റ് കോളം E, A, B, C, D, F. E, A, B, C, D, F. ഓക്കെ, ഇതില് 4 ഈ എയും ബിയും സിയും പരസ്പരം ഇൻവേഴ്സ് ആണ്. അപ്പോ A into A is equal to E, B into B is equal to E, C into C is equal to E. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇത് C, ഇത് B, ഇത് F, ഇത് D. ഇവിടെ it is C, ഇത് A, ഇത്
ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് sorry. A, it is B. Okay, then here it is. ഇവിടെ എന്താ ബാക്കിയുള്ളത്? ഇത് FD. സോറി സർ അവിടെ എ വരൂലല്ലോ. ഇവിടെ എ വരൂല. ഇവിടെ വരൂല. സോറി, ഇതിന്റെ പറ്റും. EDFBC. സോറി, ഇതിങ്ങനെ വരിക. ഇങ്ങനെ വന്ന് നോക്കൂല. ഇത് D, ഇത് F, ഇത് B, ഇത് C. അങ്ങനെ വരിക. പിന്നെ ഇത് അടുത്തത് ഇത് F ആയിരിക്കും. FED വരെ ഇവിടെ. ഇത് D ആണ്. CA. പിന്നെ ഇത് D, F, it is E, AB. പിന്നെ വരുന്നത് DC, AB, FE, then it is FB, CAED. നിങ്ങൾക്ക് ആലോചിച്ചാൽ ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറെ നമ്മളിങ്ങനെ കാൽക്കുലേഷൻ നടത്തേണ്ടി വരും. ട്രയൽ ആൻഡ് എററിൽ ഇവിടെ ചെയ്ത് നോക്കേണ്ടി വരും. ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്താൽ ഇത് കിട്ടുള്ളൂ. കുറെ കൂടി മാറ്റി വരെ ചെയ്താൽ കറക്റ്റ് ഒത്തു വരും. ഓക്കെ, ദിസ് ഈസ് G6 ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ്, ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ സാധിക്കും. ഇതൊരു മെയിൻ ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് ഓർഡർ ഓഫ് H=6 വരുന്ന ഒരു ഗ്രൂപ്പാണ്. ഇതില് യു ക്യാൻ സി എ സ്മോളർ ഗ്രൂപ്പ് വിച്ച് ഒബൈ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രൂപ്പ്. ഇപ്പൊ E A എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾ എടുത്ത് നോക്കാം. E Aയില് 2 എലമെന്റ്സ്. അപ്പൊ E A, അപ്പോ പിന്നെ ഓരോന്നിന്റെയും പ്രോഡക്റ്റ്. അപ്പൊ ഇന്റെയും പ്രോഡക്റ്റ് EA = A അവിടെ തന്നെ ഉണ്ട്. AA = E അവിടെ തന്നെ ഉണ്ട്. EA = A അവിടെ തന്നെ ഉണ്ട്. അതിന്റെ സ്ക്വയർ എയുടെ സ്ക്വയർ E ആണ്, അല്ലെ? ഇന്റെ സ്ക്വയർ E ആണ്. അപ്പോ ആ നേരത്തെ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസ് ഒബേ ചെയ്യുന്ന ഒരു സ്മോളർ ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മെയിൻ ഗ്രൂപ്പിലുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് that obeys all the properties of the group is called a subgroup. അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സബ് ഗ്രൂപ്പ്. അങ്ങനെ ഒരു സബ് ഗ്രൂപ്പ് വേറെ ഉണ്ട്. ഇവിടെ വേറെയും സബ് ഗ്രൂപ്പുകൾ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വേറെ സബ് ഗ്രൂപ്പ് ഏതാണ് ഇത്? വേറെ സബ് ഗ്രൂപ്പ് ഉള്ളത് നിങ്ങൾ നോക്കിക്കോ, EDF. ഞാൻ EDF മാത്രം ഒന്ന് സെപ്പറേറ്റ് മാറ്റി ചെയ്തിട്ടെ. ഞാൻ EDF ഇവിടെ EDF മാറ്റി ചെയ്തു. അതേപോലെ ഇവിടെ EDF, ഇവിടെ ഇവിടെ നിന്നുള്ള FE, ഈ പാർട്ട് മാത്രം മാറ്റി ചെയ്താ. ഓക്കെ, അതേപോലെ ഈ പാർട്ടും ഇവിടെ ഇതെല്ലാം ഇത് മാത്രം ഒന്ന് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് EDF. ഇനി ഇവിടെ എന്താ വരുന്നത്? ഇവിടെ E ആണ്. ഇവിടെ എന്താണ് വരുന്നത്? ഇത് F ആണ്. ഇവിടെ F അല്ലേ വരുന്നത്? ഇവിടെ F, ഇവിടെ E അല്ലേ? അപ്പൊ FE, ഇവിടെ ED. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ ഗ്രൂപ്പ് നോക്ക്. ഞാൻ ഈ ഗ്രൂപ്പിലുള്ള ഇത് മാത്രം മാറ്റി ചെയ്ത്, ഇതൊരു മെയിൻ ഗ്രൂപ്പാണ്, ഓർഡർ 6 ഉള്ള ഒരു ഗ്രൂപ്പ്. അതിൽ ഈ EDFന്റെ മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്തപ്പോ ഇങ്ങനെ കിട്ടി. ഇത് നേരത്തെ പറഞ്ഞ ആ ഗ്രൂപ്പിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഒബേ ചെയ്യുന്നുണ്ട്, അല്ലെ? കാരണം അതിന്റെ എല്ലാ കോമ്പിനേഷൻസും ഈ ഗ്രൂപ്പിൽ തന്നെ വരുന്നുണ്ട്. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഈ ഗ്രൂപ്പിൽ. അപ്പൊ ഡിന്റെ സ്ക്വയർ F ഇവിടെ തന്നെ ഉണ്ട്. DFE ഇവിടെ തന്നെ ഉണ്ട്, അല്ലെ? എല്ലാ എലമെന്റ്സും അതിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ ദിസ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 3. അപ്പൊ സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മെയിൻ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു ചെറിയ ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കുക?
സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ദാറ്റ് ഒബേസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഗ്രൂപ്പ്. ഓക്കെ, ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ പോയി പോന്നു. മാത്രമല്ല നമ്മൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾക്ക് ചാർജ് തീരുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നത് ബാക്കി കാര്യം നമുക്ക് അടുത്ത ക്ലാസ് പറയാം. പിന്നെ അപ്പൊ ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങൾ MSc ക്ലാസ്സിലേക്ക് വരുന്നത്. ഇതുവരെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട സാധനങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇന്ന് തന്നെ ഒന്നുകൂടി നിങ്ങൾ നേരത്തെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ തന്ന നോട്ട് വായിക്കുക. അതേപോലെ FA കോട്ടന്റെ ബുക്ക് ഞാനിന്ന് ഷെയർ ചെയ്യാം. അതില് രണ്ടാമത്തെ യൂണിറ്റ് ഇന്ന് ഞാൻ എടുത്ത് FA കോട്ടന്റെ ബുക്കിലെ 2nd യൂണിറ്റ് ആണ് ഇന്ന് എടുത്തത്. ആ യൂണിറ്റ് നിങ്ങൾ ഇന്ന് തന്നെ നന്നായിട്ട് വായിച്ചു പഠിക്കുക. അപ്പൊ നാളെ ഞാൻ ഇതിന്റെ ബാക്കി എടുക്കും, നാളെ മറ്റന്നാൾ എടുക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇനി ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഫസ്റ്റ് ബേസിക് ആണ് സാധനങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അങ്ങോട്ടൊന്നും മനസ്സിലാവില്ല. 4 യൂണിറ്റ് ഉണ്ട്. നമ്മൾ 1ാമത്തെ യൂണിറ്റ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതില് ഗ്രൂപ്പ് തിയറി ആൻഡ് സ്പെക്ട്രോസ്കോപ്പി, ഗ്രൂപ്പ് തിയറിയിൽ 5 യൂണിറ്റ് എങ്ങാനുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതോറും മനസ്സിലാവണമെങ്കിൽ ആദ്യത്തെ കാര്യങ്ങളൊക്കെ തറവായിരിക്കണം കേട്ടോ. അപ്പൊ സിമെട്രി എലമെന്റ്സോ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളോ അല്ലെങ്കിൽ പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതോ മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ തന്ന വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ക്ലിയർ ചെയ്യാം. വേറെന്താ പറയൂ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ ന്യൂക്ലിയർ കെമിസ്ട്രി ഞാനിപ്പോ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനൊരു നോട്ട് തരാം, നിങ്ങളെ കുറച്ചൊന്ന് വായിക്കാൻ. എന്നിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ എടുക്കാം. കാരണം അത് ഭയങ്കര ബോറായുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാനതിന്റെ നോട്ട്സ് അല്ല, അതിന്റെ മെറ്റീരിയൽസ് തരാം. നിങ്ങളത് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക. പറ്റുകയാണെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് വായിച്ച് പഠിച്ചു വെക്കത് കുറച്ച് കാര്യങ്ങളൊക്കെ. ഒന്നാമത് പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് കോളേജിൽ നിന്ന് പോയതുകൊണ്ട് ബുക്കൊന്നും എടുത്തുകൂല അല്ലെ. ടെക്സ്റ്റ് ബുക്കൊക്കെ ഇല്ലാത്ത മെയിൻ പ്രശ്നമാണ്. എന്തായാലും ലോക്ക്ഡൌൺ കഴിഞ്ഞ ഉടനെ കോളേജിലേക്ക് വന്നിട്ട് ബുക്കുകളൊക്കെ എടുത്തിട്ട് പോവാ കേട്ടോ. എന്തായാലും ഇന്ന് എടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായിനോ? മനസ്സിലായി. നമുക്ക് പോകാൻ തിരക്കായിട്ടുണ്ട് അല്ലേ. വേഗം മനസ്സിലാക്കുന്നുണ്ട് എല്ലാവരും. ഓക്കെ, അപ്പോ ഒരു കാര്യം ചെയ്യാം, ഞാനിന്റെ FA കോട്ടന്റെ ബുക്ക് ഷെയർ ചെയ്യാം. അതൊന്ന് വായിച്ചു നോക്കുക. ഇന്ന് തന്നെ നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.